ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്. എന്തൊക്കെയായിരിക്കും പാർട്ട്ണർഷിപ്പിൻ്റെ പ്രത്യേകതകൾ, എന്തൊക്കെയായിരിക്കും അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ നാച്ചർ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരിക്കും? ഒന്നാമത്തെ ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പിൽ ഒന്നാമത്തെ പാർട്ട്ണർഷിപ്പിൻ്റെ ഫീച്ചറാണ് ഫോർമേഷൻ. Formation is based on the agreement among the partners to run a lawful business and it may be either or written. നമ്മളൊരു പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യാണ്. അപ്പോൾ ഫോം ചെയ്യുമ്പോൾ എന്താണ്, 2-3 വ്യക്തികൾ എന്താണ് ഒരുമിച്ച് കൂടി ചേർന്ന് പിന്നെ നമ്മളൊക്കെ പാർട്ട്നേഴ്സാണ്, നമുക്കൊരു ബിസിനസ് നടത്താമെന്ന് പറഞ്ഞിട്ട് അങ്ങ് ബിസിനസ് നടത്തും ഇല്ല. അവരെന്ത് ചെയ്യും, ബിസിനസ് നടത്തുമ്പോൾ എന്ത് ചെയ്യും, അവരൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കും അല്ലേ. അവരൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കും. എ എന്ന വ്യക്തി ഇത്ര ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തു, ബി എന്ന വ്യക്തി ഇത്ര ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തു, സി എന്ന വ്യക്തി ഇത്ര ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തു. ഏത് ബിസിനസ്സാണ് നമ്മൾ ചെയ്യുന്നത്, ഏത് തരത്തിലുള്ള പാർട്ട്ണർഷിപ്പാണ് ചെയ്യുന്നത്, എത്രയാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യേണ്ടത്, എത്രയാണ് ലോസ് ഷെയർ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടെന്താണ് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കും. ആ എഗ്രിമെൻ്റ് ഉണ്ടാക്കിയതിന് ശേഷം എന്താണ്, ആ ഒരു എഗ്രിമെൻറ്റിൻ്റെ ബേസിലാണ് അവരെന്താണ് ആ ഒരു പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യുക. അതാണ് ഈ ഫീച്ചറിൽ പറയുന്നത്. Formation is based on the agreement among the partners to run a lawful business and it may be either or written. ആ ഒരു എഗ്രിമെൻറ്റ് ഐദർ ഓറൽ ഓർ റിട്ടൺ, അതായത് ആ ഒരു എഗ്രിമെൻറ്റ് ഒന്നെങ്കിൽ എന്തായിരിക്കും, ഓറൽ ആയിരിക്കും, അവർ വാക്കാൽ പറഞ്ഞിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ എന്താണ് അത് റിട്ടൺ ആയിരിക്കും, അതൊരു എഗ്രിമെൻറ്റ് വഴി തന്നെ ആയിരിക്കും. മിക്കവാറും ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൽ നമുക്ക് ഏതായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ, ഓറൽ ആണോ റിട്ടൺ ആണോ? റിട്ടൺ ആയിരിക്കില്ല നമുക്ക് ഏറ്റവും കൂടുതൽ ബെറ്റർ. അതായത് എന്തെങ്കിലും ഭാവിയിൽ പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് എന്താണ് റിട്ടൺ എഗ്രിമെൻ്റ് ഉണ്ടാകുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യുന്നത്. അതാണ് ഒന്നാമത്തെ ഫീച്ചർ പറയുന്നത്, ഫോർമേഷൻ. Formation is based on the agreement among the partners to run a lawful business. It may be either oral or written. But two people coming together for charitable purpose is not a partnership. അതായത് 2 വ്യക്തികൾ ഒരുമിച്ച് കൂടുന്നത് ഈ പ്രോഫിറ്റ് മോട്ടീവിന് വേണ്ടിയിട്ടല്ല, അതായത് ഒരു ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടല്ല, അവരൊരു ചാരിറ്റബിൾ പർപ്പസ്, അതായത് ഒരു സർവീസ് മോട്ടീവോടുകൂടെയാണ് ഒരുമിച്ച് കൂടിച്ചേരുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയില്ല, പാർട്ട്ണർഷിപ്പ് എന്ന് പറയില്ല. രണ്ടാമത്തെ ഫീച്ചറാണ് ലയബിലിറ്റി. The liability of each partner is unlimited. Even their personal properties are held liable for the debt of the partnership firm. അതായത് ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ബാധ്യത. ഓരോ പാർട്ട്നേഴ്സിൻ്റെയും ലാബിലിറ്റി എന്തായിരിക്കും, അൺലിമിറ്റഡ് ആയിരിക്കും, അതൊരിക്കലും ലിമിറ്റഡ് ആയിരിക്കില്ല. അതായത് ഓരോ പാർട്ട്നേഴ്സിൻ്റെയും ലാബിലിറ്റി അൺലിമിറ്റഡ് ആണ്. ബിസിനസ്സിന് എന്തെങ്കിലും കടബാധ്യത വന്നു കഴിഞ്ഞാൽ ബിസിനസ്സിലുള്ള അസറ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ അസറ്റ് വിറ്റിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ കടബാധ്യത തീർക്കും അല്ലേ. അതിനുശേഷം വീണ്ടും നമുക്ക് ആ ബാധ്യത നിലനിൽക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പാർട്ട്നേഴ്സ് എന്ത് ചെയ്യണം, അവരുടെ സ്വന്തം പേഴ്സണൽ പ്രോപ്പർട്ടീസ് വിറ്റിട്ട് എന്ത് ചെയ്യണം, ആ ഒരു കടബാധ്യത അവർ തീർക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, അവരുടെ ലാബിലിറ്റി അൺലിമിറ്റഡ് ആണെന്ന് പറയുന്നത്. The liability of each partner is unlimited. Even their personal properties are held. അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടീസ് പോലും ആർ ഹെൽഡ് liable for the debts of the partnership firm. ആ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ഡെപ്റ്റിന് ലാബിൾ ആയിട്ടിരിക്കുന്നു. അതാണ് രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. പാർട്ട്ണർഷിപ്പിൽ പാർട്ട്നേഴ്സിൻ്റെ ലാബിലിറ്റി എന്തായിരിക്കും, ഇറ്റ് ഈസ് ഓൾവേസ് അൺലിമിറ്റഡ്. ഇനി മൂന്നാമത്തെ ഫീച്ചറാണ്, ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പിൽ മൂന്നാമത്തെ ഫീച്ചറാണ് റിസ്ക് ബെയറിംഗ്. All the risk of loss is shared by the partners as they are sharing profit of the firm. നമ്മൾ എന്ത് പറഞ്ഞു, പാർട്ട്ണർഷിപ്പ് ഫേമിലെ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ത് ചെയ്യണം, എല്ലാ പാർട്ട്നേഴ്സ് എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം. അവരെത്രയാണോ അവരുടെ തുടക്കത്തിലുള്ള എഗ്രിമെൻറ്റിൽ എത്രയാണോ ഷെയർ ചെയ്യാൻ എഴുതിയിട്ടുള്ളത്, ചിലപ്പോൾ എന്താണ് 50-50 ഷെയർ ചെയ്യാൻ ചെയ്തിട്ടുള്ളത്, ചിലപ്പോൾ എന്താണ് അവർ എത്രയാണോ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തത് അത്ര ഷെയർ ചെയ്യാനായിരിക്കും ഉദ്ദേശിച്ചിട്ടുള്ളത്.
അപ്പം ഏത് രീതിയിലാണോ അവർ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതേപോലെ അത് ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ എന്തും ഷെയർ ചെയ്യണം. ആ ബിസിനസ്സിലൂടെ ഉണ്ടാകുന്ന റിസ്ക്കും ആര് ഷെയർ ചെയ്തെടുക്കണം, ആര് ഏറ്റെടുക്കണം, അതിലുള്ള പാർട്ട്നേഴ്സ് ഏറ്റെടുക്കണം. അതാണ് മൂന്നാമത്തെ ഫീച്ചർ, റിസ്ക് ബിയറിംഗ്. ഓൾ ദ റിസ്ക് ഓഫ് ലോസ് ഈസ് ഷെയർഡ് ബൈ ദ പാർട്ട്നേഴ്സ് ആസ് ദേ ആർ എ ഷെയറിംഗ് പ്രോഫിറ്റ് ഓഫ് ദ ഫേം. ഫേമിൻ്റെ പ്രോഫിറ്റ് എങ്ങനെയാണോ ഷെയർ ചെയ്യുന്നത് അതേപോലെ തന്നെ പാർട്ട്നേഴ്സ് എന്താണ്, റിസ്ക്കും ബിസിനസ്സിലുള്ള റിസ്കിലൂടെ ഉണ്ടാകുന്ന ചില നഷ്ടങ്ങൾ ഉണ്ടാവും, അതും അവരെന്ത് ചെയ്യണം, ഷെയർ ചെയ്തെടുക്കണം. അടുത്ത ഫീച്ചറാണ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കൺട്രോൾ. ഡിസിഷൻസ് ആർ ജനറലി ടേക്ക് വിത്ത് മ്യൂച്വൽ കൺസെൻറ്റ്. എന്താണ് മ്യൂച്വൽ കൺസെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരമുള്ള സഹകരണം. അതായത് പരസ്പരമുള്ള സമ്മതത്തോടെയുള്ള ഡിസിഷൻസ് ആയിരിക്കണം അവരെടുക്കേണ്ടത്. അതായത് നമ്മളെ പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഒരു പുതിയൊരു ഡിസിഷൻ എടുക്കാൻ പോവാണ്, അല്ലെങ്കിൽ പുതിയൊരു പോളിസി കൊണ്ടുവരാൻ അവർ ഉദ്ദേശിക്കുകയാണ് ആ ഒരു ഫേമിൽ. അപ്പോൾ എന്താണ്, ഏതെങ്കിലും ഒരു 3 പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണറുടെ ഇഷ്ടത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ഒരു തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് പാർട്ട്ണർഷിപ്പിൽ പറ്റൂല. അതെടുക്കുന്ന സമയത്ത് മറ്റുള്ള 2 പാർട്ട്നേഴ്സിൻ്റെയും കൂടെ കൺസെൻറ്റ്, അതായത് മറ്റുള്ള 2 പാർട്ട്നേഴ്സിൻ്റെയും കൂടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് വേണം ഡിസിഷൻസ് എടുക്കാൻ. കാരണം എന്താണ്, നമ്മൾ പാർട്ട്ണർഷിപ്പ് ഫേമാണ് നടത്തുന്നത്, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ് അല്ല. അപ്പോൾ എന്താണ്, പാർട്ട്ണർഷിപ്പ് ഫേം നടത്തുന്ന സമയത്ത് മറ്റുള്ളവരുടെ എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും കൂടെ മ്യൂച്വൽ കൺസെൻറ്റോടുകൂടി വേണം എന്ത് ചെയ്യണം, ഡിസിഷൻസ് എടുക്കാൻ. അതേപോലെ തന്നെ ബിസിനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നതും തീരുമാനിക്കുന്നതും മാനേജ് ചെയ്യുന്നതും ഡിസിഷൻസ് എടുക്കുന്നതും ഒക്കെ തന്നെ എന്താണ്, ആ എല്ലാ പാർട്ട്നേഴ്സും കൂടിയാണ്. ആ പാർട്ട്നേഴ്സിൻ്റെ അഭിപ്രായത്തോടു കൂടിയും സമ്മതത്തോടും കൂടി ആയിരിക്കണം എല്ലാ കാര്യങ്ങളും തീരുമാനിക്കേണ്ടത്. അതാണ് 4ാമത്തെ ഫീച്ചർ പറയുന്നത്, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കൺട്രോൾ. ഡിസിഷൻസ് ആർ ജനറലി ടേക്കൺ വിത്ത്, എങ്ങനെയാണ് ഡിസിഷൻസ് എടുക്കേണ്ടത്, ജനറലി ടേക്കൺ വിത്ത് മ്യൂച്വൽ കൺസെൻറ്റ്. അടുത്ത ഫീച്ചറാണ് കണ്ടിന്യൂറ്റി. എ പാർട്ട്ണർഷിപ്പ് ഈസ് പ്യുവർലി എ പേഴ്സണൽ ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ് ഹാസ് എ നോ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് അപ്പാർട്ട് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്, ഹെൻസ് ഇറ്റ്സ് ലാക്സ് കണ്ടിന്യൂറ്റി. ഡെത്ത്, insanity, etc. of a partner bring an end to the business. അതായത് ഈ ഒരു കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നിലനിൽപ്പ് അല്ലേ. അപ്പം ഈ ഒരു ഫീച്ചറിൽ പറയുന്നത് ബിസിനസ് ഓർഗനൈസേഷന് നിലനിൽപ്പുണ്ടോ എന്നതാണ്. അതായത് ഈ പറയുന്ന ഏതെങ്കിലും ഒരു പാർട്ട്നേഴ്സിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഡെത്ത്, ഇൻസാനിറ്റി, ഡെത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മരണം സംഭവിക്കുക, ഇൻസാനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താണ്, മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരികയാണ്. അങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു പാർട്ട്ണർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു ബിസിനസ് എന്താണ്, ക്ലോസ് ചെയ്യേണ്ടി വരും. ആ ബിസിനസ്സിന് നിലനിൽപ്പ് കുറവായിരിക്കും. അതാണ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. എ പാർട്ട്ണർഷിപ്പ് ഈസ് എ പേഴ്സണൽ ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ് ഹാസ് എ നോ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് അപ്പാർട്ട് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. അതായത് പാർട്ട്ണർഷിപ്പിന് എന്താണ്, സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് അല്ല. നിയമത്തിൻ്റെ മുന്നിൽ പാർട്ട്നേഴ്സും ഫേമും, പാർട്ട്നേഴ്സ് എന്ന് വെച്ചാൽ അതിലുള്ള വ്യക്തികളും പാർട്ട്ണർഷിപ്പ് ഫേമും, ആ ഒരു ബിസിനസ്സും രണ്ടും ഒന്നാണ്. രണ്ടും സെപ്പറേറ്റ് ആയിട്ടല്ല നിയമത്തിൻ്റെ കണ്ണിലുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ ഏതെങ്കിലും ഒരു മെമ്പേഴ്സിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെമ്പേഴ്സ് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം, അൺഫേവറായിട്ടുള്ള ബിസിനസ്സിന് അൺഫേവറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാലോ അതെന്ത് ചെയ്യും, തീർച്ചയായിട്ടും ഫേമിനെ എഫക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ ആ ഒരു വ്യക്തികൾക്ക് ഡെത്തോ ഇൻസാനിറ്റിയോ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, ഡെത്ത്, ഇൻസാനിറ്റി എക്സെട്ര ഓഫ് എ പാർട്ട്ണർ ബ്രിങ് ആൻ എൻഡ് ടു ദ ബിസിനസ്സിനെ നിലനിൽപ്പിനെ ബാധിക്കുകയും ബിസിനസ് എന്താണ്, ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ചെയ്യേണ്ടി വരികയും ചെയ്യും. നിയമത്തിൻ്റെ കണ്ണിൽ ബിസിനസ്സിലെ പാർട്ട്നേഴ്സും രണ്ടും ഒന്നാണ്. അതുകൊണ്ട് തന്നെ പാർട്ട്നേഴ്സിന് എന്ത് സംഭവിച്ചാലും ബിസിനസ്സിലുള്ള എന്ത് കാര്യങ്ങളും പാർട്ട്നേഴ്സ് ഉത്തരവാദിയായിരിക്കും. അതേപോലെ തന്നെ പാർട്ട്നേഴ്സിന് എന്ത് സംഭവിച്ചാലും അത് ബിസിനസ്സിൻ്റെ നിലനിൽപ്പിനെയും ബാധിക്കും. അതാണ് കണ്ടിന്യൂറ്റി. അതാണ് അതിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത്. എ പാർട്ട്ണർഷിപ്പ് ഈസ് പ്യുവർലി എ പേഴ്സണൽ ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ് ഹാസ് എ നോ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് അപ്പാർട്ട് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്, ഹെൻസ് ഇറ്റ്സ് ലാക്സ് കണ്ടിന്യൂറ്റി. ഡെത്ത്, ഇൻസാനിറ്റി ഓഫ് എ പാർട്ട്ണർ ബ്രിങ് ആൻ എൻഡ് ടു ദ ബിസിനസ്. അടുത്ത ഫീച്ചറാണ് മെമ്പർഷിപ്പ്.
മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം തുടങ്ങാൻ മിനിമം എത്രയാണ്? മിനിമം 2 ആളുകളെങ്കിലും വേണം. മിനിമം 2 പേരെങ്കിലും ഉണ്ടെങ്കിലാണ് നമുക്ക് എന്താണ് ഒരു പാർട്ട്ണർഷിപ്പ് തുടങ്ങാൻ പറ്റുള്ളൂ. എ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഈസ് 2. അക്കോർഡിംഗ് ടു ദ സെക്ഷൻ 464 Companies Act 2013, maximum number of partners can be 100, subject to the number of prescribed by the government. At present, it is limited to 50 by Government of India. അതായത് ഒരു പാർട്ട്ണർഷിപ്പ് ഫേം തുടങ്ങാൻ മിനിമം 2 പേരെങ്കിലും വേണം. പക്ഷേ കമ്പനീസ് ആക്ട് 2013 പ്രകാരം 464 സെക്ഷനിൽ പറയുന്നത് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ പാർട്ട്നേഴ്സായിട്ട് എന്താണ് മാക്സിമം 100 ആളുകളെങ്കിലും ആവാം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ്, അതല്ലെങ്കിൽ ഗവൺമെൻറ് പറയുന്ന എത്രയാണോ മാക്സിമം നമ്പർ ഓഫ് ആളുകൾ, മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് അത് തീരുമാനിക്കാം. കമ്പനീസ് ആക്ട് പ്രകാരം മാക്സിമം 100 ആളുകളെങ്കിലും വേണം എന്നാണ് പറയുന്നത്. അറ്റ് പ്രസന്റ് ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു 50 ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇപ്പം നിലവിൽ എന്താണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു 50 പാർട്ട്നേഴ്സിനെ വരെ ലിമിറ്റഡ് ആക്കി വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് 2 to 50 ആണ്. മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് 2 ആണ്. മാക്സിമം നമ്പർ എന്ന് പറയുന്നത് 50 ആണ്. 50 എന്ന ആ ഒരു മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സിനെ ഗവൺമെൻറ് ആണ് തീരുമാനിച്ചിട്ടുള്ളത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് അത് ലിമിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. കമ്പനീസ് ആക്ട് പ്രകാരം മാക്സിമം ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് 100 വരെ പോകാം. അടുത്ത ഫീച്ചറാണ് മ്യൂച്വൽ ഏജൻസി. ഈച്ച് പാർട്ണർ ഈസ് എൻ ഏജന്റ് ഓഫ് എ അതർ പാർട്ട്നേഴ്സ് ആസ് വെൽ ആസ് ദ ഫോം. മ്യൂച്വൽ ഏജൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു മ്യൂച്വൽ ഏജൻസിയാണ്. ഇപ്പം 2 പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ ആ 2 പാർട്ട്ണറും എപ്പോഴും എന്താണ്, ഇപ്പം എയും ബിയും എന്ന പാർട്ട്ണർ ഉണ്ട്. ആ എ എന്ന പാർട്ട്ണർ എപ്പോഴും ബി എന്ന പാർട്ട്ണറിൻ്റെ ഏജൻ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ബി എന്ന പാർട്ട്ണർ എപ്പോഴും എന്താണ് എ എന്ന പാർട്ട്ണറിൻ്റെ ഏജൻ്റ് ആയിരിക്കും. അവർ പരസ്പരം എന്താണ് ഏജൻസിയാണ്. അതായത് അവർ പരസ്പരം പ്രിൻസിപ്പളും ഏജൻറ്റും ആവാം. ഈച്ച് പാർട്ട്ണർ ഈസ് എൻ ഏജൻറ്റ് ഓഫ് എ അതർ പാർട്ട്ണർ ആസ് വെൽ ആസ് ദ ഫേം. ഒരു പാർട്ട്ണർ എപ്പോഴും മറ്റൊരു പാർട്ട്ണറിൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു ഫേമിൻ്റെയോ ഏജൻ്റ് ആയിരിക്കാം. അതായത് അവർ പരസ്പരം എന്ത് കാര്യവും അവർ പരസ്പരം ഒരുമിച്ചെടുത്ത് തീരുമാനിക്കണം. ഒരുമിച്ച് തീരുമാനിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് എന്നാണ് ആ ഒരു മ്യൂച്വൽ ഏജൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്രയേ ഉള്ളൂ അത്. മ്യൂച്വൽ ഏജൻസി ഈച്ച് പാർട്ട്ണർ ഈസ് എൻ ഏജന്റ് ഓഫ് ദ അതർ പാർട്ട്നേഴ്സ് ആസ് വെൽ ആസ് ദ ഫേം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഒന്നാമത്താണ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് നമുക്ക് പറയാം. ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പിൽ പറയുന്നത് ഒന്നാമത്താണ് ഫോർമേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ എഗ്രിമെൻറ്റ്. ഫോർമേഷൻ എങ്ങനെയാണ്? എഗ്രിമെൻറ്റിൻ്റെ ബേസിലാണ് ഫോർമേഷൻ വരുന്നത്. ആ ഒരു എഗ്രിമെൻറ്റിന് പ്രത്യേക പേര് പറയുന്നുണ്ട്. ആ ഒരു പേരെപ്പോഴാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അത് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്നാണ് ആ ഒരു എഗ്രിമെൻറ്റിൻ്റെ പേര്. ആ ഒരു എഗ്രിമെൻറ്റ് റിട്ടേൺ ആയിട്ടോ ഓറലായിട്ടോ ഒക്കെ ചെയ്യാം. ഏറ്റവും നല്ലത് റിട്ടേൺ ആയിട്ട് ചെയ്യുന്നതാണ്. ഫോർമേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ എഗ്രിമെൻറ്റ്. രണ്ടാമത്താണ് ലാബിലിറ്റി ഓഫ് ഈച്ച് പാർട്ട്ണർ ഈസ് അൺലിമിറ്റഡ്. ഓരോ പാർട്ട്നേഴ്സിൻ്റെയും ലാബിലിറ്റി അൺലിമിറ്റഡ് ആണ്. മൂന്നാമത്തതാണ് ദ റിസ്ക് ഓഫ് ദ ലോസ് ഈസ് ഷെയർഡ് ബൈ ദ പാർട്ട്നേഴ്സ്. അതായത് റിസ്കിലൂടെ ഉണ്ടാകുന്ന ലോസുകൾ, ബിസിനസ്സിൽ റിസ്കിലൂടെ ഉണ്ടാകുന്ന ചില നഷ്ടങ്ങൾ ഒക്കെ എന്താണ് ആ പാർട്ട്നേഴ്സ് ഷെയർ ചെയ്തെടുക്കണം. അതേപോലെ തന്നെ പ്രോഫിറ്റ് ഷെയർ ചെയ്തെടുക്കാമെന്ന് പറഞ്ഞില്ല, അതേപോലെ തന്നെ ലോസുകളും അവർ ഷെയർ ചെയ്തെടുക്കണം. നാലാമത്തെ ഫീച്ചറാണ് ഡിസിഷൻ ഓൺ മ്യൂച്വൽ കൺസെൻറ്റ്. അവരെന്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ബിസിനസ്സിൽ എന്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഒക്കെ എന്താണ് അവർ മ്യൂച്വൽ കൺസെൻറ്റോട് കൂടി ആയിരിക്കണം ആ തീരുമാനം എടുക്കേണ്ടത്. അഞ്ചാമത്താണ് ഇറ്റ് ലാക്സ് കണ്ടിന്യൂറ്റി. പാർട്ട്ണർഷിപ്പിന് എന്താണ് കണ്ടിന്യൂറ്റി കുറവാണ്. ഏതെങ്കിലും ഒരു പാർട്ട്ണർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലോ ഡെത്ത്, ഇൻസാനിറ്റി, ഇൻസോൾവൻസി ഓഫ് പാർട്ട്നേഴ്സ് വിൽ ബി എഫക്റ്റഡ് ദ എക്സിസ്റ്റൻസ് ഓഫ് ദ ഫേമിൻ്റെ നിലനിൽപ്പിനെ അത് ബാധിക്കും. എന്താണ് പാർട്ട്ണർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഫേമിൻ്റെ കണ്ടിന്യൂറ്റിയെ ബാധിക്കുന്നതാണ്. പിന്നുള്ളതാണ് അടുത്ത ഫീച്ചറാണ് മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഈസ് 2. എന്താണ് മിനിമം 2 പേരെങ്കിലും അവിടെ വേണം. പാർട്ട്ണർഷിപ്പ് ഫേം തുടങ്ങാൻ മിനിമം മെമ്പേഴ്സായിട്ട് 2 പേരെങ്കിലും വേണം. മാക്സിമം എത്രയാണ്? 50 വരെ, 50 മെമ്പേഴ്സ് വരെ മാക്സിമം വേണം. ഏറ്റവും അവസാനത്തെ ഫീച്ചറാണ് മ്യൂച്വൽ ഏജൻസി. അവർ പരസ്പരം എന്താണ് മ്യൂച്വലി ഏജന്റ് ആയിരിക്കും.
ഈച്ച് പാർട്ട്ണർ ഈസ് എൻ ഏജൻറ്റ് ഓഫ് ദ അതർ പാർട്ട്നേഴ്സ് ആസ് വെൽ ആസ് ദ ഫോം. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ഇനി നമുക്ക് എന്താണ് അടുത്ത ക്ലാസ്സിൽ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് പറയാം.